ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമേഷിനോട് രാവിലെ തന്നെ ബ്രോക്കർ വിളിച്ച് പറയുകയാണ്, അതെ, പെണ്ണിൻ്റെ വീട്ടുകാർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ സമ്മതമാണെന്ന് അറിയിച്ചല്ലോ. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പെണ്ണ് കാണാൻ പോകണ്ടേ? ഒരു ചടങ്ങല്ലേ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്, പിന്നല്ലാതെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാം പൊക്കോട്ടെ. അല്ല, അത് വേണം. പിന്നെ നിങ്ങളിപ്പോൾ രണ്ടുപേരും തമ്മിൽ കണ്ട് സംസാരിച്ചു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, ഓക്കെ. എന്നാലും ചടങ്ങായിട്ടുള്ള രീതിയിൽ പോകണ്ടേ? പക്ഷേ ഇത് വീട്ടിലെല്ലാവരോടും പറയണ്ടേ? അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്താ പറഞ്ഞാൽ ഇനി സുമേഷിന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ ഞാൻ പറയാം. അല്ല, പെട്ടെന്ന് എനിക്കത് അവരോട് പറയാനൊരു ചമ്മലുണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ അവരോടൊക്കെ പറയാം. വേണ്ട, ഞാൻ പറഞ്ഞോളാം. ശരി, എന്നാൽ പിന്നെ ഇന്ന് തന്നെ ആവണം കേട്ടോ. അവർക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ശരി, ഓക്കെ പറഞ്ഞിട്ട് സുമേഷ് ആകെ ടെൻഷൻ ആവുക കേട്ടോ. ഫോൺ വന്നതിന് ശേഷം സുമേഷ് ആകെ ടെൻഷനാണ്. അടുപ്പത്ത് വെച്ച് കഞ്ഞിക്കലം തിളച്ച് മുങ്ങി കളഞ്ഞിട്ട് പോലും അറിയണില്ല. അങ്ങനെ നിധിയാണെങ്കിൽ രാവിലെ പോകാൻ റെഡിയായിട്ട് ഓടി വരാണ്. എന്നിട്ട് നോക്കുമ്പോൾ അടുക്കളയിൽ സുമേഷ് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സുമേഷ് ഏട്ടാ, അരി തിളച്ച് കണ്ടില്ലേ? അയ്യോ മോളെ, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്താ സുമേഷ് ഏട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറേ സമയമായാലോ ചിന്തിച്ച് നിൽക്കുന്ന. ഒന്നുമില്ല മോളെ എന്ന് പറയാണ്. അത് കഴിഞ്ഞ് നികേഷ് ദേ വരുന്നുണ്ട്. നികേഷ് ചോദിക്കുന്നുണ്ട്, എനിക്ക് ടിഫിൻ ബോക്സ് വേണം എന്ന് പറയണതും തിളച്ചുകൊണ്ടിരുന്ന കറിയോ ചോറോ ഒക്കെ എടുത്ത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ സുമേഷ്. ഏട്ടാ, ഞാൻ ഇതല്ല ചോദിച്ചത്, ടിഫിൻ ബോക്സാ. ഓ അതാണല്ലേ. അയ്യോ എടാ, ചോറായിട്ടില്ല, ലേറ്റാവും. അപ്പോൾ നിധി പറയാം, സാരമില്ല നികേഷ്, നീ ഒരു കാര്യം ചെയ്യും, ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചോ, അതിനുള്ള കാശ് ഞാൻ തരാം. ശരി, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ശരി. പക്ഷേ ഈ സുമേഷ് ഏട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയാം. ഓക്കെ അല്ലേ സുമേഷ് ഏട്ടാ? മോളെ നിധി, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ തന്നെയാണ്. ആകെ ടെൻഷനായിട്ടോ, ഇത് ഇവരോടൊക്കെ എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള ഒരിതാണ്. പോരാഞ്ഞിട്ട് രണ്ടാം ഘട്ടം കൂടെ അല്ലേ പെണ്ണ്, അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് സുധീഷ് ഭയങ്കര സന്തോഷത്തിലാട്ടോ. നിധി വാങ്ങിക്കൊടുത്ത ഉടുപ്പെല്ലാം ഇട്ടുകൊണ്ട് ഇങ്ങനെ വരാണ്. എന്നിട്ട് നികേഷിനോട് ഹരീഷിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, എടാ എൻ്റെ ഉടുപ്പ് എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്ന്. എന്നാലും നിധിയോട് ചോദിക്കുന്നുണ്ട്, നിധി എങ്ങനെയുണ്ട്? ഓ ഞാൻ വാങ്ങിത്തന്നതല്ലേ, എങ്ങനെ കൊള്ളാതിരിക്കും, അതുകൊണ്ട് കൊള്ളാം. പക്ഷേ ഞാൻ ഈ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് എങ്ങോട്ടാണ് പോണേന്നറിയോ? എങ്ങോട്ടാ? ബസ് സ്റ്റോപ്പിൽ എന്നെ കാത്ത് ഒരു പൂമ്പാറ്റക്കിളി വന്നിപ്പുണ്ട്. അപ്പം നികേഷിക്കണം, പൂമ്പാറ്റക്കിളിയോ? പൂമ്പാറ്റ എങ്ങനെയാണ് കിളിയാവുന്നത്? എടാ, അത് നീ നിധിയോട് തന്നെ ചോദിക്കുക. അപ്പം നിധിക്കാണെങ്കിൽ കട്ടക്കലിയാട്ടോ. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ സുധീഷിനെ കുണിച്ച് നിർത്തി 5-6 ഇടി കൊടുക്കുന്നതൊക്കെ സ്വപ്നത്തിൽ ഇങ്ങനെ നിധി അവിടെ നിന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് സുധീഷ് വന്ന് ചോദിക്കണം, എന്താ നിധി നീ ഇങ്ങനെ ആലോചിക്കണം? ഒന്നുമില്ല, നിങ്ങൾ ആരെയോ കാണാൻ പോകും, അതിന് എനിക്കെന്താ? നിധിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കൊരു കുഴപ്പമില്ല. എന്നാലും ബസ് സ്റ്റോപ്പിൽ വന്ന് ഇന്ന് ആ പെൺകുട്ടി കൊള്ളാം കേട്ടോ. ഞാൻ എന്തായാലും ഇന്ന് പോയി സംസാരിച്ച് ഒന്ന് വളച്ചെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാന്ന്. അപ്പോഴാണ് ഹരീഷ് പറഞ്ഞത്, എടോ തനിക്ക് നാണമില്ലേ? താൻ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിഞ്ഞാൽ എന്താ? കല്യാണോ? ആരുടെ കല്യാണം? അതിന് നിധി പറഞ്ഞോ എൻ്റെ കല്യാണം കഴിഞ്ഞെന്ന്? നിധി പറയുന്നത് നമ്മൾ തമ്മിൽ നടന്നത് കല്യാണമേ അല്ലെന്നല്ലേ, അല്ലേ നിധി? അപ്പോൾ നിധി പറയാം കേട്ടോ, അത് അന്നും ഇന്നും ഞാൻ എങ്ങനെ തന്നെ പറയണം, നമ്മൾ തമ്മിൽ നടന്നത് കല്യാണമൊന്നുമല്ല, വെറുതെ എന്തോ ഒരു ഇത്, അത്രയേ ഉള്ളൂ. കണ്ടോ, പിന്നെ എനിക്കെന്താ ആ പെണ്ണിൻ്റെ പിറകെ പോയാൽ? ഒന്നും മിണ്ടാതിരിക്കടാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സുധീഷിനെ ആണെങ്കിൽ എല്ലാവരും കൂടെ ഇട്ട് വാരി കൊല്ലണം കേട്ടോ. അപ്പോൾ സുധീഷ് ആകെ ചമ്മലാണ്. എന്നാലും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. എനിക്ക് അവളെ കാണാമല്ലോ എന്നുള്ള രീതിയിലാണ് പോകുന്നത് കേട്ടോ. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നിധിയോട് ചോദിക്കുന്നുണ്ട്, നിധി നീ വരുന്നില്ലേ? നിങ്ങൾ പൊക്കോ, ഞാനും നികേഷും കൂടെ പിന്നാലെ ഞങ്ങൾ നടന്നു വന്നോളാം, ഞങ്ങൾക്ക് ആരുടെയും കൂട്ടൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഇവർ പോവാം. അപ്പോൾ ആദ്യം തന്നെ ബസ് സ്റ്റോപ്പിൽ വന്നെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സുധീഷ്. അപ്പോഴാണ് ഗായത്രി അവിടെ വന്ന് നിൽക്കുകയാണ്. ഗായത്രിയുടെ മുമ്പിൽ ഇപ്പം മാറി നിന്ന് ഭയങ്കര ഷൈൻ ചെയ്യിക്കോട്ടെ. കണ്ണിലാണെങ്കിൽ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് നിധിയെ നോക്കുന്നുണ്ട് കേട്ടോ. നിധി എത്രയും വേഗം വന്നെങ്കിൽ നിധിയുടെ മുമ്പിൽ വെച്ച് തന്നെ നിധിക്കൊരു അസൂയ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയപ്പോൾ തന്നെ ഹരീഷ് സുമേഷിനോട് പറഞ്ഞായിരുന്നു, ഈ പോണ പോക്കെ നിധി ചേച്ചിയെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവമേ, എന്തായി തീരുമാവോ, ഇങ്ങേർക്ക് വട്ടാണെന്ന് തോന്നണമെന്ന് ഹരീഷ് അവിടെ നിന്ന് പറയുകയാണ് കേട്ടോ വീട്ടിൽ. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്നുള്ള ഷോ എല്ലാം കാണുകയാണ്. അപ്പോഴാണ് നമ്മുടെ നികേഷും കൂടെ അങ്ങോട്ട് വരുന്നത്. നികേഷിനാണെങ്കിൽ അങ്ങോട്ട് തീരെ പിടിക്കണേയില്ല. താനൊന്ന് ഇഷ്ടപ്പെട്ട് വന്ന പെണ്ണായിരുന്നു. പെട്ടെന്ന് സുമേഷിനെ കാണണം, സുമേഷിന് ആണ് ഇഷ്ടമെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവളോട് ഭയങ്കര ദേഷ്യവുമായി. നാണം ഇല്ലല്ലോ, അങ്ങോട്ട് നോക്കിക്കേ ഏട്ടത്തി കാട്ടി കൂട്ടുന്നത്, കണ്ണിൽ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച്. ഇങ്ങർക്ക് വട്ടാണോ? എന്നിട്ട് അടുത്ത് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, തനിക്കെന്തോ വട്ടാ, തനിക്കെന്താ തിമിരം ബാധിച്ചോ, പിന്നെ എന്തിനാ ഇങ്ങനത്തെ ഗ്ലാസ് വെച്ചേക്കുന്നത് എന്നൊക്കെ നിധി ചോദിക്കാൻ കേട്ടോ. ഇതൊക്കെ ഒരു സ്റ്റൈലാണ്, ഈ പെൺകുട്ടികളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ ഇത് വളരെ നല്ലതാണ് നിധി എന്നൊക്കെ ഇങ്ങനെ
സുധീഷ് പറയാട്ടോ, നിധിക്ക് നല്ല ദേഷ്യമുണ്ട്. അപ്പോൾ എന്നിട്ട് ചോദിക്കണുണ്ട്, നിധിക്ക് എന്തെങ്കിലും അസൂയോ കുശുമോ ഉണ്ടോ? എനിക്കെന്താ അസൂയ കുശുമോ? അതിന് തന്നോട് അസൂയ കാണിക്കാൻ താനെൻ്റെ ആരാ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നിധി. അപ്പോഴത്തേക്കിനും സുധീഷ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആരും അല്ലല്ലേ? ആരുമല്ല. അങ്ങനെ നേരെ ആ കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല കുട്ടിക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതെ, എന്താ പറയാനുള്ളത്? അല്ല അത് കുട്ടിയുടെ പേരെന്താ? ഗായത്രി. ഓ അത് ശരി. അങ്ങനെയൊക്കെ ഷോ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടെ നിധിയാണെങ്കിലേ നികേഷിനെ വിളിച്ചിട്ട് ഒരു ഓട്ടോ പിടിച്ച് പോവാട്ടോ, ഇതൊന്നും കാണണ്ടല്ലോ എന്ന് വെച്ച്. അപ്പം തന്നെ സുധീഷിന് ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട്. നിധിക്ക് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ അസൂയ കാണിക്കുന്നത്? പെട്ടെന്ന് കാണാൻ വയ്യാത്തതുകൊണ്ടാണോ ഓട്ടോ പിടിച്ച് പോയത് എന്നൊക്കെ ഇങ്ങനെയൊന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സുമേഷാണ് ജോലിക്ക് പോകുന്ന വഴിക്ക്. അത് കഴിഞ്ഞ് നമ്മൾ നിധിയെ വഴിയിൽ വെച്ചിട്ട് നിധിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാം. നിധി, ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു കാര്യമാണ്, നമുക്കൊരു സ്ഥലം വരെ പോകണം. എവിടെയാണ് സുമേഷ് ഏട്ടാൻ ചോദിക്കട്ടോ. അപ്പോഴാണ് പറയണത്, എൻ്റെ വിവാഹാലോചനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്രോക്കർ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പെൺകൊച്ചിന് അയാൾ ഇപ്പോൾ ശരിയായിട്ട് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പെണ്ണ് കാണാൻ പോണ കാര്യമാണ്. അതെയോ? അപ്പോൾ ഒന്ന് അല്ല, ഞാൻ നേരത്തെ ഒന്ന് കണ്ടതും സംസാരിച്ചതാണ്, കുടുംബത്തെക്കുറിച്ചെല്ലാം സംസാരിച്ചു. അത് ശരി, വീട്ടിൽ ആരോടും പറയാൻ സുമേഷ് ഏട്ടൻ എല്ലാം റെഡിയാക്കിയോ? അത് കൊള്ളാമല്ലോ. അല്ല, വേറൊന്നും കൊണ്ടല്ല മോളെ, എല്ലാവരും അറിയിച്ചിട്ടൊക്കെ നടക്കുമ്പോഴേ ചിലപ്പോൾ ഇത് നടന്നില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും അതൊന്ന് നടന്ന് കിട്ടുമല്ലോ, ഉറപ്പിച്ചതിന് ശേഷം എല്ലാവരോടും പറയാം, അതാകുമ്പോൾ ആർക്കും വിഷമം ഉണ്ടാവില്ലല്ലോ. അത് ശരി. പിന്നെ രാവിലെ എന്നോടെങ്കിലും ഒന്ന് പറയാൻ എന്താ? അല്ല, എല്ലാവരോടും പറയാനട്ടെ, എനിക്ക് ചെറിയൊരു ചമ്മൽ, അതുകൊണ്ട്. ഇതിനൊക്കെ ചമ്മേണ്ട കാര്യം എന്താ? ധൈര്യമായിട്ടിരിക്കുക, ഒന്നും കൊണ്ടും പേടിക്കണ്ട, നമുക്ക് പോവാം. ഇത് സന്തോഷമുള്ള കാര്യമല്ലേ സുമേഷ് ഏട്ടാ? സുമേഷ് ഏട്ടന് മാത്രമല്ല, വീട്ടിൽ ഹരീഷും നികേഷും ഒക്കെ അറിയുമ്പോൾ എല്ലാവർക്കും ഇത് സന്തോഷമാവും. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കിന്ന് വൈകിട്ട് തന്നെ പോകും. മോളൊന്ന് നേരത്തെ ഇറങ്ങാമോ? ഞാനിന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിക്കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി അവരിങ്ങനെ പറയട്ടെ. എപ്പിസോഡിൽ ടീച്ചറുടെ എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്